മുതിർന്ന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന കമ്മിറ്റിയിലും പ്രായപരിധിയിൽ ഇളവ് നൽകാൻ CPM. സംസ്ഥാന സമ്മേളന സമയത്ത് പ്രായപരിധി 75 ആകുന്നവരെ ഒഴിവാക്കാനാണ് വ്യവസ്ഥയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ ഉൾപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചൊവ്വാഴ്ച രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥിയെ വിശദമായി ചോദ്യം ചെയ്യും. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരം നിയമസഭയിൽ ചർച്ചയായി. വിഷയം അവതരിപ്പിച്ച പ്രതിപക്ഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കഴിഞ്ഞ മാസം 10-നാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. അതേസമയം ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വ്യക്തമാക്കിയതായി സുരേഷ് ഗോപി പറഞ്ഞു. ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധികമായി 120 കോടി രൂപ നൽകിയതാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻ ജയിലിലേക്ക്. ആശുപത്രിയിലായതിന്റെ 8ാം ദിവസമാണ് അഫാനെ ജയിലിലേക്ക് മാറ്റുന്നത്. ജയിലിലേക്ക് മാറ്റിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് നിലവിലെ തീരുമാനമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയാണ് തള്ളിയത്. നേരത്തെ സിംഗിൾ ബെഞ്ചും ഹർജി തള്ളിയിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം 1-ാം തീയതി നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഈ മാസത്തെ ശമ്പളം ഇന്ന് ലഭിക്കും. മുഖ്യമന്ത്രി 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ സർപഞ്ച് സന്തോഷ് ദേശ്മുഖ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രി ധനഞ്ജയ് മുണ്ടെ രാജിവെച്ചു. മുണ്ടയുടെ രാജിക്കത്ത് ഗവർണർക്ക് അയച്ചു കൊടുത്തതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ വീണ്ടും ആശങ്ക. ആരോഗ്യനില ഗുരുതരമാണെന്നും 2 തവണ ശ്വാസതടസ്സമുണ്ടായെന്നും വത്തിക്കാൻ അറിയിച്ചു. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുകയാണ്. സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. 88 വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളുമായി ഈ മാസം 14-നാണ് റോമിലെ അഗസ്റ്റിനോ ഗമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായവും മരവിപ്പിച്ച് അമേരിക്ക. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കിടയിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് അമേരിക്കയുടെ നിർണായക തീരുമാനം. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അമേരിക്ക യുക്രൈന് സാമ്പത്തിക ആയുധ സഹായം നൽകില്ല. പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഇനിയൊരു സഹായം ഉണ്ടാകൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്.